റോഡ് നവീകരണത്തിന് ശേഷം യാത്ര പേടിപ്പെടുത്തുന്നതായി മാറിയ സംഭവങ്ങളാണ് മലപ്പുറം പട്ടിക്കാട് നിന്ന് പുറത്തുവരുന്നത്. പട്ടിക്കാട് വടപുറം പാതയുടെ നവീകരണം നടന്നപ്പോൾ റോഡിന്റെ വീതി കുറഞ്ഞു. ഇതോടെ നിരന്തരം അപകടം നടക്കുന്ന പ്രദേശമായി ഇത് മാറി. പട്ടിക്കാട് വടപുറം സംസ്ഥാന പാതയാണിത്. ഊട്ടി റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. തൃശ്ശൂർ ഭാഗത്ത് നിന്ന് ഊട്ടി, മൈസൂർ, ഗൂഡല്ലൂർ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന ആളുകൾ പരമാവധി ഉപയോഗിക്കുന്ന റോഡ് ഇതാണ്. എന്നാൽ ഇപ്പോൾ ഈ റോഡ് അപകട റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. വീതി കുറഞ്ഞതുമൂലവും അശാസ്ത്രീയമായ നിർമ്മാണം മൂലവും ഇവിടെ അപകടം പതിവായിരിക്കുന്നു. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന വഴിയാണിത്. റോഡിൽ മിക്കയിടത്തും ആവശ്യത്തിന് വീതിയില്ല. പറവമ്പുറം പാലം മുതൽ പട്ടിക്കാട് വരെ 8 കിലോമീറ്ററോളമുണ്ട്. 7 മീറ്റർ വീതി വേണ്ടിടത്ത് പലയിടത്തും 5.5 മുതൽ 6 മീറ്റർ വരെ മാത്രമാണ് വീതി. ഊട്ടി, മൈസൂർ, ഗൂഡല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള വാഹനങ്ങൾക്ക് പുറമെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്കുള്ള 100 കണക്കിന് വാഹനങ്ങളും ദിവസേന ഇതുവഴി പോകുന്നുണ്ട്. പൂന്താനമില്ലവും ഇവിടെ തന്നെ. പലർക്കും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. ഈ റോഡിൽ നിരന്തരം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൻ്റെ ഇപ്പോൾ പുതുതായി റോഡ് പണി കഴിഞ്ഞത് 5.5 മീറ്ററാണ്. 5.5 മീറ്റർ ഇതിൽ നിയമപ്രകാരം ഒരു വിവരാവകാശം വഴി എടുത്തപ്പോൾ 7 മീറ്റർ ഉണ്ട്. ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇടപെട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കണം. അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഒറ്റക്കെട്ടായി റോഡ് ഉപരോധിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഓരോ ജനപ്രതിനിധികളും ഇതിൻ്റെതായ ഭാഗത്തേക്ക് ശ്രദ്ധ ചെലുത്തണമെന്നില്ല എന്നുള്ള ഒരു ചെറിയൊരു വിമർശനം കൂടി അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരികയാണ്. എന്താ വെച്ചാൽ ഓരോ ദിവസം ഞാൻ ഈ ലൈനിലൂടെ 4-5 പ്രാവശ്യം നടക്കുന്ന വണ്ടി ഓട്ടുന്ന ഒരാളാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ ഇത്ര തിരക്കേറിയ ഒരു റോഡ് വേറെ ഉണ്ടാവില്ല. ഒരു ബസ്സിന് എതിർദിശയിൽ നിന്ന് ബൈക്ക് ഒഴികെയുള്ള മറ്റേത് വാഹനം വന്നാലും കടന്നു പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം റോഡിന് പുറത്തിറക്കണം. സാധാരണ നിരപ്പിൽ നിന്ന് റോഡ് ഉയർന്നു നിൽക്കുന്നതിനാൽ സ്വാഭാവിക വേഗതയിലും റോഡിന് പുറത്തിറക്കി മറ്റു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതും അപകടത്തിന് കാരണമാകുന്നു. റോഡിന്റെ സ്ഥലം സ്വകാര്യ വ്യക്തികൾ അനധികൃതമായി കയ്യേറിയതായും നാട്ടുകാർ പറയുന്നു. റോഡിൽ ഒരുപാട് കയ്യേറ്റങ്ങളുണ്ട്. ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇവിടുത്തെ പൊതുജനങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് പണം സ്വരൂപിച്ചുകൊണ്ട് നമ്മൾ ഹൈക്കോടതിയിൽ വരെ പോയതാണ്. അത് ഇതുവരെ കയ്യേറ്റം ചെയ്ത് ഒഴിപ്പിച്ചുകൊണ്ട് റോഡിന്റെ ഒരു പഴയ സ്ഥിതിയിലേക്ക് അത് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതൊക്കെ എത്രയും പെട്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് നിർവഹിക്കണം എന്നാണ് ഞങ്ങൾ പൊതുജനങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഏകദേശം ഒരു 5 വർഷമായിട്ട് ഈ റോഡ് പല പേരുകളിലായിട്ട് ഇപ്പോൾ അവസാനം ഈ പേര് മുള്ളിയാവർശി പാണ്ടിക്കാട് റോഡ്. ഞങ്ങൾ ഏറ്റവും ഈ റോഡ് ഉപയോഗിക്കുന്ന ഈ നാട്ടുകാരുടെ അല്ലെങ്കിൽ ഈ പഞ്ചായത്തിലെ ജനങ്ങളെ ആദ്യത്തെ ആവശ്യം എന്നുള്ളത് ഞങ്ങൾക്ക് ആ പഴയ ഊട്ടി റോഡ് ആ സംസ്ഥാന പാതയായിട്ട് തന്നെ നിലനിർത്തണം എന്നുള്ളതാണ്. പൊതുമരാമത്ത് മന്ത്രിക്ക് പരാതി കൊടുത്തപ്പോൾ മഞ്ചേരി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മേലാറ്റൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർക്ക് പരാതി കൈമാറിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിച്ചത്. തുടർന്ന് നവകേരള സദസ്സിലും സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും പരിപാടിയിലും പരാതി സമർപ്പിച്ചു. നടപടിയില്ലാതായതോടെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നാട്ടുകാർ. ഒരു റോഡ് സംസ്ഥാന പാതയാകണമെങ്കിൽ 7 മീറ്റർ വീതി നിർബന്ധമാണ്. നേരത്തെ ഇവിടെ 7 മീറ്റർ ഉണ്ടായിരുന്ന റോഡാണിപ്പോൾ വീതി കുറഞ്ഞ് 5.5 മീറ്റർ ആയിരിക്കുന്നത്. വീതി കുറയ്ക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പൊതുമരാമത്ത് വകുപ്പ് പറയുന്നു. പക്ഷേ വീതി കുറഞ്ഞു. ഇതോടെ സ്വാഭാവികമായി വാഹനങ്ങൾക്ക് മറികടന്നു പോകാൻ സാധിക്കാത്ത സാഹചര്യം. അപകടവും പതിവായി. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മുഹമ്മദ് അഷക്കിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.